ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായത്തിൽ നിന്നും വായ്പാ തിരിച്ചടവ് പിടിച്ചിരിക്കുകയാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ദുരന്തബാധിതരിൽ നിന്നും തുക തിരിച്ചെടുത്തത്. സർക്കാർ ധനസഹായമായി ലഭിച്ച 10,000 രൂപ മുഴുവനായും വായ്പാ തിരിച്ചടവിന് ഈടാക്കിയ സംഭവവും ഉണ്ടായതായി പരാതിയുണ്ട്. 2,000 രൂപ മുതൽ മുകളിലേക്കുള്ള തുകയാണ് പലരിൽ നിന്നും വായ്പാ തിരിച്ചടവിന് ഈടാക്കിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല നിവാസികളിൽ പലർക്കും കേരള ഗ്രാമീൺ ബാങ്കിന്റെ ചൂരൽമല ശാഖയിൽ അക്കൗണ്ടുള്ളതാണ്. തോട്ടം തൊഴിലാളികളുടെ സാലറി അക്കൗണ്ടും ഇവിടെയാണ്. ഇവരിൽ പലർക്കും ബാങ്കിൽ വായ്പയുമുണ്ട്. ഇതിന്റെ മാസ അടവിലേക്കാണ് സർക്കാർ സഹായമടക്കം ബാങ്ക് വരവ് വെച്ചത്. മാനുഷിക പരിഗണന പോലും കണക്കാക്കാതെ വായ്പ തിരിച്ചു പിടിച്ച ബാങ്കുകളുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുമുണ്ടായതെന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് പറഞ്ഞു. ദുരിതബാധിതരുടെ മുഴുവൻ ബാധ്യതകളും സർക്കാർ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്താണ് ബാങ്കുകളുടെ ഈ നടപടിയെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരിക്കാർ അഭിപ്രായപ്പെട്ടു. ദുരിതബാധിതരുടെ വായ്പയുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇതിനുശേഷം ആശ്വാസധനമായ തുക വായ്പയിലേക്ക് പിടിച്ചെടുത്തത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ചെയർമാനുമായി സംസാരിച്ചതായും ഇന്ന് നടക്കുന്ന ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടതായും ഷംസാദ് മരിക്കാർ പറഞ്ഞു. അതേസമയം പണം പിടിക്കരുതെന്ന് വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സാങ്കേതിക തകരാറാൽ സംഭവിച്ചതാണെന്നുമാണ് ബാങ്ക് അധികൃതരുടെ അവകാശവാദം. സംഭവം വിവാദമായതോടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ദുരന്തബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്നും ഈടാക്കിയ തുകകൾ അടിയന്തരമായി തിരിച്ചു വരവ് വെച്ച് നൽകണമെന്ന് കാണിച്ച് വയനാട് ലീഡ് ബാങ്ക് മാനേജർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ദുരന്തബാധിതരിൽ നിന്നും EMI ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്ക് നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വയനാട് ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി.